അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഇതാരോടുള്ള ബന്ധത്തിൽ പറയുന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യമാണ്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ആ ദൈവം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്. ആ ഉറപ്പ്, ദൈവത്തിൻ്റെ ഉറപ്പ് നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക. നീതിമാന്മാരുടെ അനർത്ഥങ്ങൾ അസംഖ്യമാണ് എങ്കിലും യഹോവയായ ദൈവം അവനെ വിടുവിക്കും. ഈ പകൽക്കാലം ഏതെങ്കിലും വിധത്തിൽ അനർത്ഥങ്ങളെക്കുറിച്ചുള്ള ഭയം, കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഭയം, മരണഭയം ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവവചനം നമുക്ക് നൽകുന്ന ഉറപ്പ്, അതെ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കൂ, ദൈവത്തിൽ ശരണപ്പെടൂ, ദൈവത്തിൽ വിശ്വസിക്കൂ. ഈ നാളുകളിൽ യഹോവയായ ദൈവം നിങ്ങൾക്കായി വലിയ കാര്യങ്ങൾ ചെയ്യും. ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.